നിയമവിരുദ്ധമായി പടക്കങ്ങൾ സൂക്ഷിച്ച സ്ഥാപനങ്ങൾ കണ്ടെത്തി. പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് വിൽപ്പനയ്ക്ക് ഒരുക്കിയ പടക്കങ്ങളാണ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബിയുടെ നേതൃത്വത്തിൽ കുവൈറ്റ് ഇന്റലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത്. പൊതുജന സുരക്ഷ നിലനിർത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷാ അധികാരികൾ നടത്തിയ തീവ്ര അന്വേഷണത്തിനും ഫീൽഡ് നിരീക്ഷണത്തിനു ശേഷമാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സുരക്ഷിതമല്ലാത്ത രീതിയിൽ സൂക്ഷിച്ചിരുന്ന വലിയ അളവിൽ പടക്കങ്ങൾ ഇവിടെ നിന്ന് കണ്ടുകെട്ടി. നിരവധി വ്യക്തികളെ പിടികൂടുകയും പിടിച്ചെടുത്ത പടക്കങ്ങൾ കണ്ടുകെട്ടിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പടക്കങ്ങളുടെ ഗതാഗതത്തിനും സംഭരണത്തിനും ഉപയോഗിച്ച വാഹനങ്ങളും പിടിച്ചെടുത്ത് സീൽ ചെയ്തു. പടക്കങ്ങളുടെ കള്ളക്കടത്ത്, ഇറക്കുമതി, സംഭരണം എന്നിവയിൽ ഏർപ്പെട്ടിരുന്ന 3 പേർക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിടിയിലായവർ ഒരാൾ കസ്റ്റംസ് ജീവനക്കാരനാണ്. നിയമവിരുദ്ധമായി പടക്കങ്ങൾ കൈവശം വെക്കുകയോ വ്യാപാരം ചെയ്യുകയോ ചെയ്തിരുന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം ലംഘനങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാത്ത കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുവാനും സുരക്ഷാ അധികാരികളുമായി സഹകരിക്കാനും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനും മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ പടക്കങ്ങൾ സൂക്ഷിച്ചിരിക്കുകയും പരിപാടികൾ ഒരുക്കുകയും ചെയ്ത സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് നടത്തുവാനുള്ള അനുമതി നിഷേധിച്ചിരുന്നു. പൊതുജനങ്ങളുടെ സുരക്ഷ പരമപ്രധാനമാണെന്നും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് സബ പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.